അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മഹദി സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എമ്പാടും നന്മകളിൽ മത്സരിച്ച മഹദിയാണ് സഫിയ റളിയല്ലാഹു തആല അൻഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇണകളെല്ലാം അവരെല്ലാവരും സ്വർഗാവകാശികളാണ്. ഉന്നതമായ സ്ഥാനം അവർക്കുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇണകളായി അല്ലാഹു തആലയാണ് അവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ ഉമ്മമാരാണവർ. നന്മകളിലും എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകളിലും വിജ്ഞാനങ്ങളിലും മത്സരിച്ച മുൻഗാമികളാണവർ. ഇതെല്ലാമാണ് എങ്കിലും മാനുഷികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. സഫിയ റളിയല്ലാഹു തആല അൻഹ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും മറ്റു ഇണകളുടെ ഭാഗത്തു നിന്നുള്ള ചില പരാമർശങ്ങളും ചില പ്രയോഗങ്ങളും അവരെ സങ്കടപ്പെടുത്തിയത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കാണുകയും മായുബ്കീക്, എന്തിനാണ് സഫിയ താങ്കൾ കരയുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. അതിന് സഫിയ റളിയല്ലാഹു തആല അൻഹ നൽകിയ മറുപടി, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ അവരെ പരിഹസിക്കുകയും നിങ്ങൾ ഒരു യഹൂദിയത്താണ്, ഞങ്ങളാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളുടെ മക്കളാണ് എന്ന അർത്ഥത്തിൽ സംസാരിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഭാര്യമാരെല്ലാം കുടുംബ ബന്ധമുള്ള, ആ കുടുംബ ബന്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർന്ന് വരുന്നവരാണ്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കൂട്ടുകാരുടെ മക്കളാണ്. അപ്പം ഞങ്ങളൊക്കെ ബന്ധുക്കളുടെ മക്കളാണ്, നിങ്ങളാകട്ടെ ഒരു യഹൂദിയത്താണ് എന്ന അർത്ഥത്തിൽ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചു. ഇത് വലിയ സങ്കടം സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിലുണ്ടാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഇന്നക്കി ലബ്നത്തു നബി, നിങ്ങൾ ഒരു പ്രവാചകൻ്റെ മകളാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലാണ് നിങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകൻ്റെ മകളാണ്. അവിടെയും തീർന്നില്ല. വ ഇന്ന അമ്മക്കി ലനബി, നിങ്ങളുടെ അമ്മ അതും ഒരു പ്രവാചകനാണ്, മൂസാ നബി അലൈഹിസ്സലാം. വ ഇന്നക ലതഹ്ത നബി, നിങ്ങളുടെ ഇണ നിങ്ങൾ ഒരു പ്രവാചകൻ്റെ കീഴിലാണ്. നിങ്ങളുടെ ഭർത്താവ് പ്രവാചകനാണ്, അമ്മ പ്രവാചകനാണ്, ഉപ്പ പ്രവാചകനാണ്. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുമായി അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ. ഫഫീമ തഫ്ഖറു അലൈക്, പിന്നെ എന്തിനാണ് അവർ ഫഖ്റ് പറയുന്നത്? ഇത്രമാത്രം പ്രവാചകന്മാരുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കെ പിന്നെ മറ്റുള്ള ഭാര്യമാർക്ക് അതിൽ അഭിമാനിക്കാൻ, അതിൽ ഫഖ്റ് പറയാൻ എന്താണുള്ളത്? അങ്ങനെ സഫിയ റളിയല്ലാഹു തആല അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുകയും ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ച് ഇത്തഖില്ലാ യാ ഹഫ്സ, ഹഫ്സ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകുകയും ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഹജ്ജത്തുൽ വിദാഇൻ്റെ അവസാനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങൽ സംസാരം നിർവഹിച്ച ഹജ്ജ്, ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, ആ ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയിൽ ഒരുപാട് സംഭവവികാസങ്ങൾ സഫിയ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഭാര്യമാരും പങ്കെടുത്ത ഒരു യാത്ര കൂടെയാണത്. ഹജ്ജിൻ്റെ വേളയിൽ സഫിയ റളിയല്ലാഹു തആല അൻഹ ഹൈലുകാരിയാവുകയും ഒരു സ്ത്രീ ഹജ്ജിൻ്റെ സമയത്ത് ഹൈലുകാരിയായി കഴിഞ്ഞാലുള്ള മസ്അലകൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു യാത്രയിൽ സൈനബ്
ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഒട്ടകത്തിന് രോഗം ബാധിച്ചു. യാത്ര മുന്നോട്ടു പോകാൻ കഴിയാതെ വന്നു. സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും യാത്ര പകുതി വെച്ച് നിർത്തേണ്ടി വരുന്നു. മറ്റു ഭാര്യമാരെ പോലെയല്ല സഫിയ റളിയല്ലാഹു തആല അൻഹ. മറ്റുള്ളവർക്ക് കുടുംബക്കാരുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്. സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ബന്ധുവായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ഒറ്റക്ക് പറഞ്ഞയക്കുക സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു സമയത്ത് സൈനബ് റളിയല്ലാഹു തആല അൻഹയോട് ഒരു ഒട്ടകത്തെ ആവശ്യപ്പെടുകയാണ്. സഫിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി ഒരു ഒട്ടകത്തെ ആവശ്യപ്പെട്ടു. എന്നാൽ ആ ഒരു സമയത്തെ വികാരത്തിൽ അവരുടെ ഒരു പ്രതികരണം ആ യഹൂദിയത്തിന് വേണ്ടിയിട്ടാണോ അള്ളാഹുവിൻ്റെ റസൂലെ ഒട്ടകത്തെ ചോദിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സങ്കടം ആ ഒരു മറുപടി ഉണ്ടാക്കുകയും 3 മാസക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയോട് സംസാരിക്കാതിരിക്കുകയും ചെയ്തു. 3 മാസക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിക്കുകയാണ്. അത്രമാത്രം പ്രയാസം ആ ഒരു മറുപടി സഫിയ റളിയല്ലാഹു തആല അൻഹയെ പറ്റി നടത്തിയ ആ ഒരു പരാമർശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുണ്ടാക്കി. 3 മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാതിരുന്നപ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയും അനുഭവിച്ചത്. അവർ അവരുടെ വസ്ത്രങ്ങളും മറ്റും ഒരുക്കി തൻ്റെ വീട്ടിലേക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവേശനം ആ വീട്ടിലേക്കുണ്ടായി. പ്രവാചകൻ്റെ നിഴൽ അവർ കാണുകയും ഉടനെ തന്നെ തൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച് അവരവിടെ നിൽക്കുകയും ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടോ എന്നൊരു ചർച്ച ഇവിടെയാണ് പ്രസക്തമാകുന്നത്. പ്രവാചകൻ്റെ ശരീരത്തിന് നിഴലില്ല, മുടിക്ക് നിഴലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ചില പ്രത്യേകതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞ് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട് എന്നത് നമുക്ക് ആ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ സഫിയ റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു കുറിയവൾ, ഖസീറ, ഉയരം കുറഞ്ഞവൾ എന്ന അർത്ഥത്തിൽ ഒരു പരാമർശം നടത്തി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ, നീ നടത്തിയ ഈ പരാമർശം, നീ പറഞ്ഞ ഈ വാക്ക് അതൊരു കടലിൽ ചെന്നു പതിക്കുകയാണെങ്കിൽ ആ കടൽ മുഴുവൻ അശുദ്ധമായി പോകുമായിരുന്നു. ഒരു കടൽ മുഴുവൻ മോശമായി പോകാൻ അത്രയും കടുപ്പമുള്ള ഒരു വാക്കാണ് ആയിഷ നീ നടത്തിയ ഈ ചെറിയ പരാമർശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർക്കിടയിൽ സ്വാഭാവികമായ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്നേഹത്തിൽ നമ്മളൊക്കെ കരുതുന്നതിനേക്കാൾ വലിയ മാതൃക അവിടെയും നമുക്ക് കാണാൻ കഴിയും. മരണാസന്നമാകുന്ന സമയത്ത് 1000 ദീനാർ സഫിയ റളിയല്ലാഹു തആല അൻഹ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ദാനം ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹിജറയുടെ 50-ൽ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് സഫിയ റളിയല്ലാഹു തആല അൻഹ ലോകത്ത് നിന്ന് വിട പറയുന്നത്. മസ്ജിദുൻ നബവിയുടെ അരികിൽ ബഖിയയിൽ അവരെ മറവു ചെയ്തു. മരണപ്പെടുന്നതിന് മുമ്പ് അവരുടെ സ്വത്ത് വിഹിതത്തിൽ നിന്ന് 1/3 അവർ വസിയത്ത് ചെയ്തത് അവരുടെ കുടുംബത്തിൽപ്പെട്ട യഹൂദിയായ ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മുസ്ലിം അല്ലാത്തൊരു വ്യക്തിയുണ്ട് എങ്കിൽ അനന്തരാവകാശം അവർക്ക് ലഭിക്കുകയില്ല. എന്നാൽ വസിയത്ത് നൽകാം, വസിയത്ത് അനുവദിക്കപ്പെട്ടതാണ് എന്ന ഒരു മസ്അല സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സൊഫിയ റളിയല്ലാഹു തആല അൻഹ ഹിജ്റ 50 ലോകത്തു നിന്ന് വിട പറഞ്ഞു. അവർ പഠിപ്പിച്ച വിജ്ഞാനവും അവർ പകർന്നു നൽകിയ ചരിത്രത്തിലെ വലിയ പാഠങ്ങളും ഇന്നും ജീവസുറ്റതായി നിലനിൽക്കുന്നു. നമുക്ക് പഠിക്കാനും നമുക്ക് പകർത്താനും എമ്പാടും പാഠങ്ങൾ അത്തരം വിഷയങ്ങളിൽ കാണുവാൻ സാധിക്കും. അല്ലാഹു തആല കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.